ഹായ്, റെസ്റ്റോറൻറ്റ് ബിസിനസ് എങ്ങനെയാണ് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഫുഡ് ബിസിനസ്, അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് ഈ റെസ്റ്റോറൻറ്റ് മേഖലയും. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്ന ഒരു മേഖലയുമാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ ലൈസൻസുകളാണ് നമുക്ക് എടുക്കേണ്ടത്, അതുപോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് പരാജയപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് മറ്റേതൊരു മേഖലയും പോലെ തന്നെ ഒരു കമ്പനി ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഒരു സിംഗിൾ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സിനോട് കൂടെയാണെങ്കിൽ തന്നെ ഒരു ചെറിയ ലൊക്കേഷൻ പ്രതിനിധീകരിച്ചിട്ട് ഒരു ബിസിനസ്സാണ് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്ന് തുടങ്ങുകയാണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പ് ബിസിനസ്സോ ധാരാളം. അല്ല, നിങ്ങൾ ഈ ബിസിനസ്സിനെ ഫ്രാഞ്ചൈസി ചെയ്യാനും പല ലൊക്കേഷനുകളിലും ഒരു ബ്രാൻഡിങ് ആയിട്ടൊക്കെ ചെയ്യാനും കുറച്ച് ഫണ്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ LLP പോലുള്ള കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളൊരു അഡ്വാൻറ്റേജസും ഉണ്ട്. നാളെ ഫ്യൂച്ചറിൽ ആരെങ്കിലും ഫണ്ട് റൈസ് ചെയ്യുകയാണെങ്കിൽ, പുതിയ പാർട്ട്നേഴ്സിനുള്ളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി ട്രസ്റ്റ്ഫുള്ളായിട്ട് അവർ ബിസിനസ്സിലേക്ക് ഫണ്ട് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ബിസിനസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, LLPയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ രജിസ്റ്റർ ചെയ്യാം. ഈ LLP കമ്പനി തന്നെ ധാരാളമാണ്. അത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആവശ്യം വരികയുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മറ്റുള്ള ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് കേട്ട് പിന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു LLP തിരഞ്ഞെടുക്കണോ, പ്രൈവറ്റ് ലിമിറ്റഡ് തിരഞ്ഞെടുക്കണോ, അല്ല പാർട്ണർഷിപ്പ് മതിയോ, പ്രൊപ്പറേറ്റർഷിപ്പ് വേണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി തിരഞ്ഞെടുത്തതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഇനീഷ്യലി GST രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. GST രജിസ്ട്രേഷൻ 20 lakhs ടേൺ ഓവർ നിങ്ങൾക്ക് റീച്ച് ആവുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. ഇനി GSTയുടെ ഇൻപുട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ GST രജിസ്ട്രേഷൻ ഇനീഷ്യലി തന്നെ എടുക്കുന്നതെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ അതിൻ്റെ ആവശ്യം കൂടെ വരുന്നില്ല. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കറക്റ്റായിട്ട് ഒരു കൺസൾട്ടിങ് എടുത്തിട്ട് മാത്രം GST രജിസ്ട്രേഷൻ എടുക്കുക. അല്ലെങ്കിൽ എല്ലാ മാസങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ ഫയലിങ്ങുകളും അതുപോലെ തന്നെ ഇതിനൊരു പേയ്മെൻറ്റും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, പഞ്ചായത്ത് ഇങ്ങനെയുള്ള ലോക്കൽ ലൈസൻസ് നേടിയെടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിർബന്ധമായിട്ടും എല്ലാ ഹോട്ടൽ ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീസും എന്ത് ചെയ്യണം, മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ഏത് പരിധിയിലാണ് വരുന്നത് അവിടേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു ലൈസൻസ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹെൽത്ത് കാർഡ് നിങ്ങളുടെ ഓരോ എംപ്ലോയീസിനും എടുത്തു കൊടുക്കേണ്ടതുമാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഒരു നല്ലൊരു ബ്രാൻഡിങ്ങിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷനും എടുക്കാവുന്ന. കാരണം മറ്റാരും ഈ ബിസിനസ് ഇൻറ്റിമേറ്റ് ചെയ്യാതിരിക്കാനും ഒരു ബ്രാൻഡിങ് ആയിട്ട് പലതരത്തിലുള്ള ഫ്രാഞ്ചൈസീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ട്രേഡ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് എന്ന് പറയുന്നത് FSSAI ബേസിക് രജിസ്ട്രേഷൻ വേണോ, അല്ല നിങ്ങൾക്ക് സ്റ്റേറ്റ് ലൈസൻസ് വേണോ, അതുപോലെ തന്നെ സെൻട്രൽ ലൈസൻസ് വളരെ കുറഞ്ഞത് എക്സ്പോർട്ടൊക്കെ ഉള്ളവർക്ക് മാത്രമേ സെൻട്രൽ ലൈസൻസിൻ്റെ ആവശ്യം വരുള്ളൂ. അല്ലാത്തവർക്ക് ബേസിക് ലൈസൻസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസോ ആണ് എടുക്കേണ്ടത്. ഈ സ്റ്റേറ്റ് ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്ടർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്ത് ആ ഒരു FSSAI സെഗ്മെൻറ്റ് നിർബന്ധമായിട്ടും ആ ലൈസൻസ് ഇല്ലാതെ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വളരെ ശ്രദ്ധിച്ചെടുക്കുക. ബേസിക് വേണോ, അല്ല നിങ്ങൾക്ക് സ്റ്റേറ്റ് ലൈസൻസ് ആണ് വേണമെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വലിയൊരു രീതിയിലൊക്കെ ഈ ബിസിനസ് വളർത്തിക്കൊണ്ടുപോയി പുറത്തേക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആളുകൾക്കൊരു ക്യാച്ചപ്പ് കിട്ടാനും ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണമെങ്കിൽ ISO റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുക. ISO 9000 വേണ്ടോ, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ISO 22000, HACCP പോലുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ISO സർട്ടിഫിക്കേഷൻ അതിൻ്റെ സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോകുന്നതും അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി
ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. അതായത് ലൊക്കേഷൻ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ലൊക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഏറ്റവും നല്ല ഒരു ഭാഗത്ത്, കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുള്ള ഒരു ഭാഗത്ത് വേണം എന്ത് ചെയ്യാൻ, ഈ ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ സ്റ്റാഫിങ്, നല്ല എംപ്ലോയീസിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ആവശ്യത്തിന് മാത്രമുള്ള എംപ്ലോയീസിനെ എടുക്കുക. ഒരു അധികമായിട്ടുള്ള എംപ്ലോയീസിനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു അധിക ചിലവായിട്ട് വരാം. നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആവശ്യമുള്ള പ്രോപ്പറായിട്ടുള്ള സ്റ്റാഫിങ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്. എപ്പോഴും ഒരേ ലെവൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ കഴിയണം. അതായത് ദീർഘകാലമായിട്ട് ഒരു ഷെഫ് അല്ലെങ്കിൽ ആ ഷെഫ് മാറിപ്പോയാലും റെസിപ്പി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഗുണനിലവാരം നിലനിർത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 6 monthsനോ 1 yearനോ ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ മുന്നേ കരുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്തെത്തിക്കൊള്ളണോ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെൻസസ് കയ്യിൽ നിന്നുകൊള്ളണമോ എന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട്, പ്രൊഡക്ഷനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ സാലറി, റെൻറ്റ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കൃത്യമായിട്ടും കയ്യിൽ കരുതി വെച്ചിട്ട് മാത്രം ഇറങ്ങുക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വൃത്തിയായിട്ട് കണ്ടുപിടിച്ചിരിക്കണം. എന്താണ് ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് വരുന്നത്, എങ്ങനെയാണ് ഒരു കോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, വേരിയൻ്റ് ആയിട്ട്, അതുപോലെ പ്രൊഡക്റ്റ് എക്സ്പെൻസസ് എല്ലാം ചേർത്തിയിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസസ് പാനലിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനും അതിന് കറക്റ്റായിട്ട് ആ പ്രൊഡക്റ്റ് കോസ്റ്റ് ഫിക്സ് ചെയ്ത് അതിന് പ്രൈസിങ് നിർണ്ണയിച്ചിട്ട് പുറത്തേക്ക് വിൽക്കാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് പരാജയപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാം, രക്ഷിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇനി ഈ ലൈസൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മറ്റുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫുഡ് മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് ശ്രദ്ധിക്കുന്നത്, ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. അതിന് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിലേക്ക് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫോട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷനോടുകൂടെ വേണം നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യാൻ. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് വളരെ ഒരു വലിയൊരു പ്രക്രിയയല്ല, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. പ്രൊപ്പറേറ്ററുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ പാൻ കാർഡും ഡീറ്റെയിൽസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് FSSI ഉണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ ഏരിയയിലും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിങ്കിൽ അതാത് ഏരിയത്തെ സ്റ്റോറായിട്ട്, സിംഗിൾ സ്റ്റോറായിട്ട് വേണം അതിലേക്ക് നിങ്ങളത് ലിസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം 30% ആയിരിക്കും അവരുടെ കമ്മീഷൻ എമൗണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് വേണം നിങ്ങളുടെ പ്രൊഡക്റ്റ് അതിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഡയറക്റ്റായിട്ടുള്ള സെല്ലിംഗ് കുറവാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി പ്രൊമോഷനോ കാര്യങ്ങളോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വിഗ്ഗി, സൊമാറ്റോൻ്റെ സൈറ്റിലൊക്കെ ചെയ്ത് സ്ലോലി അത് ഡെവലപ്പ് ചെയ്ത് ഓൺലൈൻ സെയിലും ഓഫ്ലൈൻ സെയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടിൽ നിന്നും ഒരു ഇൻകം നിങ്ങളിലേക്ക് കിട്ടുന്നത് പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ലൈസൻസോ കാര്യങ്ങളോ മറ്റുള്ള രജിസ്ട്രേഷനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.